ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് മുതിരച്ചാറ് വയ്ക്കുകയാണ് കേട്ടോ. മുതിരച്ചാറ് എന്നാണ് ഞങ്ങളിവിടെ പറയുക. അപ്പോൾ നിങ്ങളിത് ഈ കറി ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതിന് എന്താണ് പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ചോറ് അടുപ്പത്ത് ഇട്ടിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നുള്ളൂ, വെന്തിട്ടൊന്നും ഇല്ല, തിളച്ചു നന്നായിട്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്താണ് കേട്ടോ ചോറും കറിയൊക്കെ വയ്ക്കാറ്. മിക്കവാറും അടുപ്പത്ത് തന്നെയാണ് കൂട്ടാനെല്ലാം വയ്ക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് മുതിര ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുതിര സ്റ്റൗവിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൂട്ടാൻ മാത്രമായിട്ട് ഞാൻ അടുപ്പിൽ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുതിര വറക്കുമ്പോൾ അതായത് കഴുകിയിട്ട് വറുത്തതിന് ശേഷം നമുക്ക് കഴുകാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളൊക്കെ വറുത്തെടുത്തതിന് ശേഷം അത് തിരങ്ങിയെടുക്കും. അതിന് ശേഷമാണ് കഴുകിയെടുക്കുക. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിങ്ങനെ വറുത്ത് നല്ലപോലെ ആകുമ്പോൾ ഇതിങ്ങനെ പൊട്ടി തുടങ്ങും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാ കണ്ടോ ഇങ്ങനെ പൊട്ടും. അപ്പോൾ നമ്മൾ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് അരി വറക്കുമ്പോൾ പൊട്ടണ പോലെ ഇത് പൊട്ടും. അത്രയും ഫുള്ളായിട്ട് പൊട്ടില്ല, പക്ഷേ ഇത് കുറേയൊക്കെ പൊട്ടി കിട്ടും. അപ്പോൾ അങ്ങനെ പൊട്ടിയൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും വറവ് അറിയുക. നമുക്കിതൊന്ന് കടിച്ച് നോക്കി അറിയാൻ പറ്റും. കടിക്കുമ്പോൾ അതിൻ്റെ പരിപ്പ് ശരിക്കും നമുക്കിങ്ങനെ പൊട്ടി കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മൂപ്പ് നമുക്കറിയാമല്ലോ, വറുത്ത് എടുക്കുമ്പോൾ എങ്ങനെയാണ് മൂപ്പ് വരിക എന്നുള്ളത്. അപ്പോൾ ഇനി ഞാനിതൊരു മുറത്തിലേക്ക് ഇടുന്നുണ്ട്. ഒന്ന് തിരങ്ങി കൊടുക്കണം നമുക്ക്. ഇതേപോലെ നല്ല കല്ല് വെച്ചിട്ടാണ് ഞാൻ കുഴ ഉണ്ടെങ്കിൽ അമ്മിക്കുഴ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇടിക്കല്ലിൻ്റെ അതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് രണ്ട് കൈ വെച്ച് തിരങ്ങാൻ. ഞാൻ വീഡിയോ എടുക്കണ കാരണമാണ് കേട്ടോ ഒറ്റ കയ്യിൽ കാണിക്കുന്നത്. ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം കറക്റ്റ് ഒരു തെളിച്ചല്ലേ വീഡിയോയ്ക്ക്, എന്താണെന്നറിയില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തിരങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മുതിരയുടെ തോല് പോയി കിട്ടും, പരിപ്പ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചൊരു സമയം എടുക്കണം, കാരണം കുറേശ്ശെ ഇതുപോലെ ഇട്ട് ചെയ്താലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ രണ്ട് കൈ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമ്മളിത് തിരങ്ങിയെടുക്കുക. അതിന് ശേഷം നമുക്കൊന്നത് ചേറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ചേട്ടനത് അമ്മയാണ്, എനിക്ക് ചേട്ടാൻ അറിയില്ല കൃത്യമായിട്ട്. അപ്പോൾ ആദ്യം ചേറ്റി അതിൻ്റെ ആ ഒരു തൊണ്ടൊക്കെ കളയുക. അതിന് ശേഷം ഇതുപോലെ പരിപ്പായിട്ട് എടുക്കുക. അപ്പോൾ അതിലെല്ലാം ചിലപ്പോൾ നമുക്ക് പരിപ്പ് ആയി കിട്ടില്ല, മുതിരയുടെ തോല് പോയി കിട്ടില്ല. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ മുതിരയുടെ പരിപ്പ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചൊക്കെ നമ്മുടെ മുതിര അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല. അതിൻ്റെ പരിപ്പ് കണ്ടോ അങ്ങനെയാണ് ഇരിക്കുക. ഇനി നമുക്കത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഉള്ളി, പച്ചമുളക്, അതുപോലെ കരിവേപ്പില, പിന്നെ നാളികേരം. ഇത്ര കാര്യങ്ങൾ മതി നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ എല്ലാ കൂട്ടാനും വെക്കണതാണ്, അത് ഞാൻ പ്രത്യേകം പറയാഞ്ഞ്. ഇനി നമുക്ക് മുതിര ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പക്ഷേ ഇത് കഴുകുമ്പോൾ നമുക്ക് അഴുക്കൊന്നും കാണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മുതിര കഴുകിയിട്ട് തന്നെ ചെയ്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ അഴുക്കോ ഒന്നുമില്ല. ആ വെള്ളം കാണുമ്പോൾ നമുക്കറിയാം അതിൽ ആ ഒരു മുതിരയുടെ പൂവാതെ കിടക്കുന്ന തൊണ്ട് മാത്രം അങ്ങനെ പൊന്തി കിടക്കുന്നതാണ്, അഴുക്കൊന്നുമില്ല. 2-3 വട്ടം കഴുകി കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പത്തോട് കൂടി തന്നെ അങ്ങനെ വെക്കുക. അപ്പോൾ അതിലതൊന്ന് കുതിർന്ന് കിട്ടും. ഇനി നമുക്കതിനെ മാറ്റി വെച്ചിട്ട് ഇത് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ചതച്ചെടുക്കുന്നത് ഉള്ളിയും പച്ചമുളകും മുതിരയും കൂടി ഇട്ടിട്ടാണ് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഉള്ളിയും അതുപോലെ പച്ചമുളകും കുറച്ച് നാളികേരത്തിലേക്ക് മാറ്റി വയ്ക്കുക അരച്ചെടുക്കാനായിട്ട്. നാളികേരത്തിൽ ഉള്ളി മാത്രം അരച്ചാൽ മതി, പച്ചമുളക് വേണ്ട. നാളികേരത്തിൻ്റെ കൂടെ 2 ഉള്ളിയിട്ട് അരച്ച് കൊടുക്കുക. ഇനി മുതിരയുടെ കൂടെ നമ്മൾ പച്ചമുളകും ഉള്ളിയും കൂടി അരച്ചെടുക്കുക. അപ്പോൾ അതൊന്ന് ചതച്ചാൽ മതി, അരയ്ക്കല്ല, ചതച്ചാൽ മതി. നമ്മൾ മിക്സിയുടെ പൊടിക്കണ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. നല്ല പൊടി പോലെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കത് കറിയിൽ ഒന്ന് കടിക്കാനും കിട്ടണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് ചതച്ച് കിട്ടുക, കണ്ടോ, ഇങ്ങനെ ഒന്ന് ചതച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. അപ്പോൾ മുതിര എത്രത്തോളം വേണമെന്നുള്ളതൊക്കെ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ അളവൊന്നും പറയുന്നില്ല. അപ്പോൾ അതാ കണ്ടോ, ഇതാണ് ഫുള്ളായിട്ട് നമ്മൾ ചതച്ചെടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ജസ്റ്റ് വെള്ളം തിളപ്പിച്ചതിന് ശേഷമാണ് ഇടുക. അപ്പോൾ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കറി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിനി നാളികേരം അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ നാളികേരത്തിലേക്ക് കരിവേപ്പിലയും 2 ഉള്ളി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരച്ചെടുത്തിട്ട് അതും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുക്കുക കേട്ടോ. നാളികേരം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി ഞാൻ ചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അടുപ്പത്താണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് ഇട്ടേക്കണം, കാരണം എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് തിളച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന മുതിര നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ ഇപ്പോൾ വെള്ളം കുറഞ്ഞാൽ നമുക്ക് മുതിര ഇടുമ്പോഴും അതുപോലെ നാളികേരം ഒഴിക്കുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം ഇത് പെട്ടെന്ന് കുറുകണ ടൈപ്പാണ്. ഇങ്ങനെ നമ്മൾ ചതച്ച് വെച്ചിരിക്കണ കാരണം പെട്ടെന്ന് മുതിര കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ അത് നമ്മൾ മുതിര ഇടുമ്പോഴും അതുപോലെ നാളികേരമൊക്കെ ഒഴിക്കുമ്പോഴും നമുക്കത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വെക്കണ വെള്ളം കുറഞ്ഞു പോയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇതിൽ നന്നായിട്ട് ആ മുതിര ഫുള്ളായിട്ട് ഇട്ടിട്ട് ഇനി മുതിര ഒന്ന് വേവണം, അത്രയേ ഉള്ളൂ. ഒരു വേവ് നമ്മൾ വറുത്തപ്പോൾ കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഇട്ട് വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ മുതിര നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ മുതിര വെന്ത് കിട്ടും. അപ്പോൾ വേവൊന്നും നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് അറിയാൻ പറ്റുമല്ലോ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ അതിൽ മുതിര ചാറൊന്നെടുത്ത് നോക്കുമ്പോൾ അറിയാം അത് വെന്തോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സമയം വേവേണ്ട കാര്യമില്ല. അപ്പോൾ കൂട്ടാൻ അടുപ്പത്ത് വെച്ച സമയം കൊണ്ട് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഊറ്റി കൊടുത്തതിൻ്റെ ഇടയിൽ അടുപ്പത്തായ കാരണം രണ്ടടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരടുപ്പിൽ ചോറ് ഊറ്റാൻ വയ്ക്കുമ്പോൾ നമുക്ക് കറിയും ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാ ഞങ്ങൾ കുത്തിരി ചോറാണ് കേട്ടോ വയ്ക്കാറ്. കുത്തിരിയുടെ അരിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ കൂട്ടാൻ അവിടെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തള വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നോക്കിയാൽ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം ആ മുതിരയുടെ തരി നടുവിൽ വന്നിട്ട് അതിങ്ങനെ കൂടി കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ അത് മുതിര വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അതെന്ന് വെച്ചാൽ മുതിര ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാവും. അതാണ് ഞാൻ നാളികേരം അരച്ച് വെച്ചിട്ട് നമുക്ക് ആ കറി അടുപ്പത്ത് വയ്ക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് വയ്ക്കുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നാളികേരമൊക്കെ അരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ കറി അടിയിൽ പിടിക്കുകയും ചെയ്യും. ഒരു അത് വന്ന് കൂടി ഇങ്ങനെ കട്ട പിടിച്ച പോലെയാവും, വെള്ളം പെട്ടെന്ന് വറ്റും. അപ്പോൾ അത് ഇനി ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇപ്പോൾ നാളികേരം ഒഴിച്ചതിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ നമുക്ക് ഈ കറി വാങ്ങി വയ്ക്കാം, കാരണം ഇരുന്നതൊന്ന് കട്ടയാവും. അപ്പോൾ അത് നാളികേരം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. അപ്പോൾ അത് നന്നായിട്ട് തള വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി പണ്ടത്തെ അമ്മൂമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. ഇവിടുത്തെ അച്ചമ്മയ്ക്ക് 365 ദിവസം ഈ കറി ഉണ്ടാക്കി കൊടുത്താൽ അത്രയും ഇഷ്ടമായിരുന്നു. ആളുടെ ഫേവറേറ്റ് കറിയാണ് മുതിരച്ചാറ്. അപ്പോൾ നിങ്ങളിങ്ങനെ മുതിരച്ചാറ് വെക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്കിതിലൊന്നും ചെയ്യാനില്ല, കറി വാങ്ങി വയ്ക്കുക, കുറച്ച് കരിവേപ്പില ഇടുക, നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഉള്ളിയൊന്നും മൂപ്പിച്ചിടില്ല ഇതിൽ. ഈ മുതിരച്ചാറ് നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഉച്ചയൂണാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കൂട്ടാൻ്റെ ഒപ്പം തന്നെ ഒരു ഉപ്പേരി, പാവയ്ക്ക ഉപ്പേരി ഉണ്ട്. അത് വീട്ടിലുണ്ടായ പാവയ്ക്കാണ്, പക്ഷേ എന്ത് ചെയ്താൽ അത് വലുതാവുന്നില്ല. അത് ഇത്രയായി കഴിയുമ്പോൾ തന്നെ ഉള്ളിലൊരു മഞ്ഞ കളർ ഇങ്ങനെ പഴുത്ത പോലെ വരിക. കേടാവണില്ല ഉള്ളു, പക്ഷെ അത് പഴുത്ത പോലെ വരിക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ മഞ്ഞ കളറൊക്കെ കളഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് അത്രയാണ് കിട്ടിയത്, അത്രയും പാവയ്ക്കയെന്ന്. അപ്പോൾ ഞങ്ങളിത് എങ്ങനെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ കൂടെ സബോള, പച്ചമുളക്, കരിവേപ്പില ഇത്ര അതിലേക്ക് അരിഞ്ഞിടും. അപ്പോൾ പാവയ്ക്ക കുറവായാലും നമ്മൾ സബോള കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പേരി കിട്ടും. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി ഇത്ര ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് തിരുമ്മി വെക്കും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് തിരുമ്മിയിട്ട് അങ്ങനെ പൊത്തി വെക്കുക. അപ്പോൾ അതിൽ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കും. പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാരായാലും ഞങ്ങൾക്കിത് ഉപ്പേരിയാണ്, ഞങ്ങൾ എല്ലാത്തിനും ഉപ്പേരി എന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങളിതിനി ഉപ്പേരി അല്ല തോരൻ അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പാവയ്ക്ക ഉപ്പേരി എന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ആ വെള്ളം ചിലപ്പോൾ വാർന്ന് കിട്ടും. അപ്പോൾ ആ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഊറ്റി വയ്ക്കാം. ഞാനങ്ങനെ വാർന്ന് പോകാനായിട്ടൊന്നും വെച്ചില്ല. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലിനി വേറെ സബോളയോ ഉള്ളിയോ ഒന്നും ചേർക്കണ്ട. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പാവയ്ക്ക അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല, കുറച്ച് വെള്ളം ഉണ്ടായുള്ളൂ. അപ്പോൾ അത് ഞാൻ ഊറ്റി കളയാനും പോയില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കത് അടപ്പ് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വലിച്ചെടുക്കുക. ശരിക്കും പച്ചക്കറികളൊന്നും അധികം വേവിക്കാൻ പാടില്ല എന്നാണ് പറയുക, പക്ഷെ ഞാനെല്ലാം നന്നായിട്ട് വേവിക്കും. ഉപ്പേരികളൊക്കെ എനിക്ക് നല്ലപോലെ വലിച്ചെടുക്കണം. നല്ലപോലെ ഞാനിങ്ങനെ ശരിക്കും നമ്മൾ ഫ്രൈ ചെയ്ത പോലെ ആക്കും. അത് കൂർക്കപ്പേരി ആയാലും കോവയ്ക്ക ആയാലും അതേ പാവയ്ക്ക ആയാലും അതൊക്കെ അങ്ങനെ തന്നെയാട്ടോ ചെയ്യുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് തുറന്നിട്ടിട്ട് പിന്നെ അത് സിമ്മിലിട്ട് അങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഈ പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക, നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചതാണെങ്കിൽ പോലും ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നൊന്ന് ഇടയ്ക്ക് നോക്കുക. അപ്പോൾ ഇത് എളുപ്പമാണ്, നമ്മളിത് സ്റ്റവ് സിമ്മിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് വലിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും അധികം ചെയ്യാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിംഗ് വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പരിചയമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, കാരണം മേക്കിംഗ് വീഡിയോസ് എടുത്ത് അതിന് സൗണ്ട് കൊടുത്തുള്ളൊരു പരിചയമുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാവയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി ഇതേ കുറച്ചേ ഉള്ളൂ, ഉച്ചക്കലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഉപ്പേരി. അപ്പോൾ ഞങ്ങൾ ഇത് കാരണം പാവയ്ക്ക് വേഗം പൊട്ടിച്ചെടുക്കും. അപ്പോൾ കുറച്ചാകുമ്പോൾ വേഗം പൊട്ടിക്കില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ പഴുത്തു പോവും. അത് കാരണം അപ്പോൾ അതാ ഉച്ചയ്ക്ക് ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചയൂണും കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഊണിന് നമുക്ക് ഉപ്പേരിയും കറിയും മാത്രമല്ല കേട്ടോ, ഞാൻ മുളക് വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇന്നലത്തെ മീൻ കൂട്ടാനിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് കാരണം മുട്ടയൊന്നും പൊരിച്ചില്ല. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് ഉപ്പേരി ഉണ്ടാവില്ല, മീൻ കൂട്ടാനും ഉണ്ടാവില്ല. അപ്പോൾ വൈകിട്ട് നമുക്ക് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു.
പിന്നെ ഞാൻ മേക്കിംഗ് വീഡിയോസ് ചെയ്യുന്നതാണോ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമൻറ്റിലൊന്ന് പറയാം. അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി കുക്കിംഗ് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ആരും മേക്കിംഗ് വീഡിയോ നിർത്താൻ പറയരുത്, കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് മേക്കിംഗ് വീഡിയോസ്. അപ്പോൾ ആരും അങ്ങനെ പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.